ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിൽ അഥവാ UAE ഗവൺമെൻറ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചങ്സിന് വേണ്ടിയുള്ളതാണ്. അതായത് ഏകദേശം 45ഓളം കമ്പനികൾ, അതായത് ദുബായ് ബേസ്ഡ് കമ്പനികൾ ഇപ്പോൾ കുറേയധികം ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ഈ ജോബുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിറാത്തികൾക്കും അതുപോലെ തന്നെ പ്രവാസികൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചില ജോബുകൾക്ക് വേണ്ടിയിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനെയാണ്. അതായത് ചില ജോബുകൾക്ക് വേണ്ടിയിട്ട് അവർ ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സാലറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗവൺമെൻറ് ജോബാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ജോബുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹിഡൻ ചാർജസോ ഫീസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. കാരണം നമ്മൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം dubai-careers.ae എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് കുറേയധികം ലിങ്കുകൾ കാണും. അതിൻ്റെ അകത്ത് ദുബായ് കരിയറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജ് തന്നെ ഓപ്പൺ ആക്കുക. ജസ്റ്റ് ആദ്യം കാണുന്ന ലിങ്ക് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് കരിയറിൻ്റെ പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ദുബായ് കരിയേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്താണ് നമുക്ക് ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യമേ ജോബ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം ജോബുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ജോബ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ ജോബുകളും എപ്പോഴാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബുകൾ നമുക്കിതിൽ നിന്നും സെലക്ട് ചെയ്യാനും ആ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ജോബ് വേക്കൻസികൾ നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കും. അതായത് ഗവൺമെൻറ് സെക്ടറിലും ദുബായ് ഹെൽത്ത് സെക്ടറിലുമുള്ള ജോബ് വേക്കൻസികളൊക്കെ നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഓരോ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. സോ ഏറ്റവും ടോപ്പിൽ കാണുന്ന മൈ ജോബ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെ തന്നെ ന്യൂ യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രൈവസിയും എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ ഷോ ചെയ്ത് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് തൊട്ടടിയിൽ തന്നെ ഐ അക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഐ അക്സെപ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ടൈറ്റിൽ, പിന്നെ ഫസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, മിഡിൽ നെയിം, ഫാമിലി നെയിം, മെരിറ്റൽ സ്റ്റാറ്റസ്, റിലീജിയൻ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, അതുപോലെ തന്നെ കൺട്രി ഓഫ് റെസിഡൻറ്റ്, പിന്നെ ഇയർ ഓഫ് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്കിവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും നമ്മുടെ എഡ്യൂക്കേഷനും ഫോൺ നമ്പരും അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻട്രി ചെയ്ത് കഴിയുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് ഈ വെബ്സൈറ്റിൽ തന്നെ ക്രിയേറ്റ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ വേറെ എന്ത് UAE ജോബുകളും കാര്യങ്ങളും വരുവാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ പ്രൊഫൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ റെസ്യൂമേ, അതുപോലെ തന്നെ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ്സ്, പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ അസസ്മെൻറ്റും പിന്നെ നിങ്ങളുടെ റിവ്യൂവും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഈ വെബ്സൈറ്റിൽ വരുന്ന ഏത് ജോബുകൾക്ക് വേണ്ടിയിട്ടും, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏത് ജോബുകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഗൈസ്, ഈ ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലാണ് കയറേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഗവൺമെൻറ് ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം മാത്രമേ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുക. എററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ CVയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV തന്നെ മസ്റ്റായിട്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി തന്നെ ATS ഫ്രണ്ട്ലി CV എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി ഗൈസ്, ഏതായാലും UAE ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക്
അറിയാവുന്നവർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും പുതിയ പുതിയ UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ജോബ് വേക്കൻസികളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.